ഹരേ കൃഷ്ണ. നിങ്ങളുടെ വീട്ടിലോ ബന്ധുക്കളിലോ ആരെങ്കിലും വിവാഹത്തിൽ അനാവശ്യമായ തടസ്സങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും ശരിയായി പോകുമ്പോഴും വിദ്യാഭ്യാസവും ജോലിയും അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം, പക്ഷേ വിവാഹം മാത്രം നടക്കാതെ താമസിച്ചു പോകുന്നു. ഇതിൻ്റെ പിന്നിൽ ജാതകദോഷമോ വാസ്തു പ്രോബ്ലങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങളോ ആണോ? നമുക്ക് നോക്കാം. ഈ വീഡിയോയിലൂടെ വിവാഹത്തിൽ തടസ്സങ്ങൾ നീക്കുവാൻ കഴിയുന്ന രാമബാണങ്ങൾ എന്ന് പറയാം, അങ്ങനെയുള്ള ഓരോ റെമഡികളുമായിട്ടാണ്, പരിഹാര മാർഗങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുവാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ എൻഡ് വരെ കാണുക. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായ വീഡിയോ അപ്ലോഡുണ്ട്, ദയവായി കാണുക. കുട്ടികളുടെ 7ാമത്തെ ഹൗസിൽ കേതുവും രാഹുവും ഉണ്ടെങ്കിൽ വിവാഹത്തിന് ശകലം ക്ലേശങ്ങളും തടസ്സങ്ങളും ഒക്കെ വരുന്നതായിരിക്കും. സൂര്യനും ശനിയും ഒരു ഹൗസിലുണ്ടെങ്കിലും സൂര്യനും ശനിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആണെങ്കിലും മാരേജ് നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. റെമഡീസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചെയ്യാവുന്ന റെമഡിയാണ്. അപ്പോൾ ഞാൻ പറയാം, പെൺകുട്ടികൾക്ക് മാത്രമുള്ള റെമഡി ഏതാണെന്ന് ഞാൻ പറയാം. ഓക്കെ, ഇപ്പോൾ ഇത് 2 കൂട്ടർക്കും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൽ വലത് കൈയുടെ ചൂണ്ടുവിരലിൽ ഒരു സ്വർണം കൊണ്ടുള്ള റിങ് ധരിക്കുക. ഇത് വ്യാഴത്തിനെ സ്ട്രോങ് ആക്കുന്നു, ജുപ്പിറ്ററിനെ സ്ട്രോങ് ആക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. തിങ്കളാഴ്ചകളിൽ ശിവലിംഗത്തിൽ പച്ചപ്പാലിൽ കറുത്ത എള്ളിട്ട് ശിവലിംഗത്തിന് ജലദ്വാരം നടത്തുക. ഇത് നിങ്ങൾ ടെമ്പിളിൽ നിങ്ങൾക്ക് അനുവദിച്ചില്ലെങ്കിൽ വീട്ടിലെ ചെറിയൊരു ശാലിഗ്രാം വെച്ചാണേലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ശാലിഗ്രാം, അത് സമുദ്രത്തിൽ നിന്ന് കിട്ടുന്ന അത് ഒറിജിനലായിട്ടുള്ള ഒരു കല്ലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വീട്ടിൽ വയ്ക്കാവുന്നത്. എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നു വെച്ചാൽ നാട്ടിലെ അമ്പലങ്ങളിൽ എനിക്ക് അറിഞ്ഞുകൂടാ, ഇവിടെ ചില അമ്പലങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ അനുവാദം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ശാലിഗ്രാം വെച്ചിട്ട് അതിൽ നിങ്ങൾക്ക് അഭിഷേകം ചെയ്യാവുന്നതാണ്. മാസത്തിൽ ഒരിക്കൽ ശിവക്ഷേത്രത്തിൽ നിങ്ങൾക്ക് രുദ്രാഭിഷേകം ചെയ്യിപ്പിക്കുക. ഇതും 2 കൂട്ടർക്കും ചെയ്യാവുന്നതാണ്. എന്നാണ് ചെയ്യിപ്പിക്കേണ്ടത്? ത്രയോദശി തിഥി. ത്രയോദശി അപ്പോഴത്തേക്കും മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യിപ്പിച്ചാലും മതി. ഇത് നിങ്ങൾ തുടർച്ചയായി വിവാഹം നടക്കുന്നത് വരെ തുടർച്ചയായി എല്ലാ മാസവും ഒരു ദിവസം അങ്ങനെ ഒരു പ്രാവശ്യം ത്രയോദശി തിഥിയിൽ ശിവക്ഷേത്രത്തിൽ ചെയ്യിപ്പിക്കാം. കേസർ, ഇത് കുങ്കുമപ്പൂവാണ്. അപ്പോൾ കുങ്കുമപ്പൂ കുറച്ച് വെള്ളത്തിൽ ചാലിച്ച് ഫ്രിഡ്ജിൽ വെക്കുക. ഡെയിലി കുളിച്ചതിന് ശേഷം അത് ഫസ്റ്റ് നിങ്ങളുടെ പൊക്കിളിലും പിന്നെ നിങ്ങളുടെ നെറ്റിയിലും അതുപോലെ തന്നെ നിങ്ങളുടെ നാവിലും ഒന്ന് തൊടിയിക്കുക. ഡെയിലി ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചെയ്യാവുന്നതാണ് ഇത്. ഇനിയും പറയുന്ന റെമഡി അത് പെൺകുട്ടികൾക്ക് മാത്രം ചെയ്യാവുന്നതാണ്. നിങ്ങൾ മാ കാർത്യായനി ദേവിയെ നിങ്ങൾ പൂജിക്കുക. ഡെയിലി നിങ്ങൾ ഇത് ഒരു ദിവസം ഒരു 108 പ്രാവശ്യം മാ കാർത്യായനിയുടെ മന്ത്രം നിങ്ങൾ 108 പ്രാവശ്യം നിങ്ങൾ ജപിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഒരു ദിവസം 108 പ്രാവശ്യം ഡെയിലി, എപ്പോൾ വരെ കല്യാണം നടക്കുന്നു അപ്പോൾ വരെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. ഇതിൻ്റെ മീനിങ്ങും അടുത്ത നെക്സ്റ്റ് സ്ക്രീനിൽ വരുന്നതായിരിക്കും, അത് നോക്കി പഠിക്കുക. ഈ ഉപായങ്ങൾ എല്ലാം നിങ്ങൾ തുടർച്ചയായി ചെയ്യുക. ഓക്കെ, ഈ ഉപായങ്ങളൊക്കെ ഒരു ഭയങ്കര ഒരു രാമബാണമെന്ന് തന്നെ പറയാം. അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഫലം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ. അതിന് മുമ്പിൽ നിങ്ങൾ കമൻ്റ് ഇടണം എല്ലാവരും. ഓക്കെ, ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. പിന്നെ നിങ്ങൾക്ക് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ കിച്ചൺ അവിടെ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ റെഡ് കളറുള്ള ചുവപ്പ് കളറുള്ള എന്തെങ്കിലും നിങ്ങളുടെ ഫർണിച്ചർ ആകാം, അതുപോലെ തന്നെ നിങ്ങളുടെ കർട്ടൻസ് ആകാം. കർട്ടനൊക്കെ ഇടത്തില്ലേ റെഡ് കളറിലുള്ള കർട്ടൻസ്, അതുപോലെ തന്നെ റെഡ് കളറുള്ള ഭിത്തി ആകാം.
അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ റെഡ് കളർ ഉള്ളതെല്ലാം നിങ്ങളത് ആ കളറ് റെഡ് കളറ് മാറ്റിയിട്ട് അത് ക്രീം കളറോ അല്ലെങ്കിൽ ചാര കളറോ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിലും സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറിൽ ഒരിക്കലും നിങ്ങൾക്ക് കിച്ചണും ഒരിക്കലും നല്ലതല്ല. വാഷ്റൂം വരാനും പാടില്ല. അപ്പോൾ ഇവിടെ ഈ കളറുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കല്യാണം നടക്കുന്നതിന് മാത്രമല്ല ബാക്കി എല്ലാ കാര്യത്തിനും അവിടെ ഈ കളർ ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്. അപ്പോൾ പ്ലീസ് എല്ലാവരും അത് ചേഞ്ച് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് നല്ല നല്ല വിവാഹ ബന്ധങ്ങൾ ചേരുന്നതിന് വേണ്ടി നിങ്ങളുടെ നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് ദിശ, അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ദിശ, അതുപോലെ വടക്ക് പടിഞ്ഞാറ് ദിശ, ഈ 3 ദിശയും നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. അവിടെ വാസ്തുദോഷങ്ങൾ ഒന്നും വരാൻ പാടുള്ളതല്ല. മെയിനായിട്ട് ഈ കളറുകൾ എല്ലാം കളറുകളൊന്നും അവിടെ വരാൻ പാടില്ലാത്തതാണ്. ഈവൻ 3 സൈഡിലും ഈ കളറ് ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ചെക്ക് ചെയ്യുക. വിവാഹത്തിന് മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞു, വേറെ എന്തിനും ഇവിടെ ഈ കളറൊന്നും പാടുള്ളതല്ല. പിന്നെ വിവാഹം പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടി ഈ 7 കുതിരകൾ, വെള്ളക്കുതിരകൾ ഈ ബാക്ക്ഗ്രൗണ്ടുണ്ടോ, ഈ ബാക്ക്ഗ്രൗണ്ടിൽ 7 കുതിരകളുടെ ഒരു ഫോട്ടോ നിങ്ങൾ വടക്ക് പടിഞ്ഞാറ് കോർണറിൽ വയ്ക്കുക. അതിൻ്റെ കുതിര ഓടി വരുന്നത് നിങ്ങളുടെ വീടിൻ്റെ അകത്തേക്കായിരിക്കണം. നിങ്ങളുടെ വീടിൻ്റെ സെൻട്രലോ അങ്ങനെ അകത്തോട്ട് വരുന്ന വിധത്തിൽ വേണം അതിൻ്റെ ഫോട്ടോ വയ്ക്കുവാൻ. നോർത്ത് ഈസ്റ്റും സൗത്ത് വെസ്റ്റും എപ്പോഴും ക്ലിയറായിട്ട് ഇടണം. കച്ചറകളൊന്നും പാടുള്ളതല്ല. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് വാസ്തുപുരുഷൻ്റെ തലയും, പിന്നെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് പിതൃസ്ഥാനമാണ്. പിതൃക്കളുടെ ഒരു മൂലയാണ്, കോണറാണ് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവിടെയൊക്കെ നിങ്ങൾ ക്ലിയറായിട്ട് നല്ല വൃത്തിയായിട്ട് ഇടേണ്ടതാണ് എപ്പോഴും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് വിവാഹം പെട്ടെന്ന് തന്നെ നടക്കും. ഓക്കെ, ഈ റെമഡീസൊക്കെ വളരെ വളരെ ഒരു എഫക്റ്റീവായിട്ടുള്ള റെമഡീസാണ്. ഇതെല്ലാം ചെയ്യുക. അപ്പോൾ ആൺകുട്ടികൾക്കും ചെയ്യാവുന്നതാണ്. ഒരെണ്ണം വിട്ട് ബാക്കി എല്ലാ റെമഡികളും നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെയ്ത് എത്രയും പെട്ടെന്ന് നല്ല നല്ല ആലോചനകൾ വന്ന് നിങ്ങൾക്ക് വിവാഹം പെട്ടെന്ന് നടക്കട്ടെ ഞാനും ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും